മക്കളെ ഗ്രൂപ്പ് ഡി എക്സാം ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും. അതായത് നവംബർ 17 എക്സാം നടക്കൂ. ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ എന്താണ് സംഭവിച്ചത്, ആ എക്സാം ഇനി നീളാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഈ കേസിന്റെ നാൾ വഴികളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതായത് ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാറ്റിൽ കഴിഞ്ഞ 10 മാസം കൊണ്ട് കേസുകളൊക്കെയാണ്. കാറ്റിലും ഡൽഹി ഹൈക്കോടതിയുടെ കേസുകളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ കാറ്റ് നെക്സ്റ്റ് ഹിയറിംഗ് ഒക്ടോബർ 30 വെച്ചിരുന്നത്. അപ്പോൾ റെയിൽവേ എന്ത് ചെയ്തു? റെയിൽവേ നവംബർ 17 മുതൽ എക്സാം ഡേറ്റ് ഇട്ടായിരുന്നു. നവംബർ 17 മുതൽ ഡിസംബർ വരെ എക്സാം നടക്കും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്തു? അതായത് IT പഠിച്ച ആൾക്കാർ, പ്രത്യേകിച്ച് നിരഞ്ജൻ കുമാർ, ആ ആൾക്കാരൊക്കെ നേരെ ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് ഫയൽ ചെയ്തായിരുന്നു. അതായത് ഈ ഒരു പ്രോസസ്സ് നടക്കെ റെയിൽവേ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഇന്നലെ അതിന്റെ ഹിയറിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡേറ്റ് കാണാൻ പറ്റും. 18 ഹിയറിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ഓർഡർ ഒന്നും ഇതൊരു ഒഫീഷ്യലായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ അവിടെ റെയിൽവേ പറഞ്ഞ വാദം ഇതാണ്: ഒക്ടോബർ 30 നെക്സ്റ്റ് ഹിയറിംഗ്. എക്സാമിന്റെ ടെന്റേറ്റീവ് ഡേറ്റ്, അതായത് ടെന്റേറ്റീവ് നിങ്ങൾക്ക് അറിയാം, മാറാതിരിക്കാം. ഓക്കെ, അപ്പോൾ ടെന്റേറ്റീവ് ഡേറ്റ് വന്നിട്ട് നവംബർ 17 ഇട്ടേക്കുന്നത്. അതിനുശേഷമാണ് ഡേറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇതുവരെ എക്സാം ഡേറ്റ് മാറാം, അല്ലെങ്കിൽ ഇനി എക്സാം അങ്ങോട്ട് നീട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അപ്ഡേറ്റും റെയിൽവേയുടെ ഒരു വെബ്സൈറ്റിലും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മക്കളെ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? നമ്മൾ പക്കയായിട്ട് പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യുക, നല്ലത് മാത്രം നടക്കുമെന്ന് വിശ്വസിക്കുക. കാര്യം സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഒരു 5 ദിവസം നിങ്ങൾ പഠിക്കാതിരുന്നത്, 6ാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒന്നും കാണത്തില്ല. നിങ്ങൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ബാക്കിയെല്ലാം മറന്നു പോകും. നമ്മൾ ഫ്രം ദ ബിഗിനിങ്, ഫ്രം ദ സ്ക്രാച്ചസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അതുകൊണ്ട് ഒരു ഗ്യാപ്പ് നിങ്ങൾ കൊടുക്കരുത്, ഒരു ബ്രേക്കും കൊടുക്കരുത്. പ്രിപ്പറേഷനിൽ കട്ടയ്ക്ക് മുമ്പോട്ടോട്ട് പോവുക. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി. നമ്മൾ നോർത്ത് ഇന്ത്യൻ ചാനൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് എക്സാം നടക്കുമോ, എന്ത് സംഭവിച്ചു, ഇനി നീളുമോ, എന്ന് എക്സാം നടക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ജസ്റ്റ് ക്ലിക്ക് ബേസിനായിട്ട് കുറെ വീഡിയോസും ബാക്കിയിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നും കണ്ട് പാനിക് ആവണ്ട. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്തോടാം. എല്ലാം നല്ലത് മാത്രം നടക്കാം. ഒരിക്കലും ഗ്യാപ്പ് കൊടുക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നന്നായിട്ട് വർക്ക് ചെയ്തു.